निसार हो गया जवानी जाने मन, हसीन दिलरुबा मिले दो दिल जवा, निसार हो गया शिकारी खुद यहाँ शिकार हो गया। ये क्या सितम हुआ, ये क्या जुल्म हुआ, ये क्या गज़ब हुआ, ये कैसे कब हुआ, न जानू मैं न जाने वो। आहा जवानी जाने मन, हसीन दिलरुबा मिले दो दिल जवा, निसार हो गया। जवानी जाने मन, हसीन दिलरुबा मिले दो दिल जवा, निसार हो गया शिकारी खुद यहाँ शिकार हो गया। ये क्या सितम हुआ, ये क्या जुल्म हुआ, ये क्या गज़ब हुआ, ये कैसे कब हुआ, न जानू मैं न जाने वो। ओहो जवानी जाने मन, हसीन दिलरुबा मिले दो दिल जवा,
निसार हो गया शिकार खुद यहाँ शिकार हो गया ये क्या सितम हुआ ये क्या जुल्म हुआ ये क्या खसफ हुआ ये कैसे कब हुआ न जानू मैं न जाने वो ഓഹോ നൈസ്. ശിവാനി ചേച്ചി സൂപ്പർ. താങ്ക് യു. ശിവാനിയുടെ എനർജി പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. നീ ഒരു പെർഫോമൻസ് കഴിഞ്ഞ് പോയപ്പോഴേക്കും മുടി ഇത്രയും വളർന്നു നിനക്ക്. ഓഹോ ശിവാനിയുടെ ന്യൂ ഹെയർ സ്റ്റൈൽ ഒറിജിനൽ ആണോ ശിവാനി? ആ സർ. ആണോ? അല്ലേ? ആ സർ. ഞാൻ ആ ചോദ്യം തിരിച്ചെടുത്തു. ഓക്കെ, ചോദിക്കാം നമുക്ക്. ചോദിക്കാം. ചേച്ചി യെസ് പെറു. എങ്ങനെയുണ്ടായിരുന്നു ശിവാനിയുടെ പെർഫോമൻസ്? ശിവാനി ചേച്ചി കണ്ണടയൊക്കെ മാറ്റി വെച്ച ഒരു പുതിയ ലുക്കില് സ്റ്റൈലായിട്ടുണ്ട്. താങ്ക് യു ചേച്ചി. ആദ്യം തന്നെ ആ എഫേർട്ടിനൊരു വലിയ കയ്യടി. താങ്ക് യു. ആ ഡാൻസും സ്റ്റെപ്സും എല്ലാം കലക്കി. പിന്നെ ചേച്ചി ഒരു ശരിക്കൊരു ഡിസ്കോ പോലെ തന്നെ ഫീൽ ചെയ്തു. നമ്മുടെ ഇവിടുത്തെ ഗ്രാഫിക്സും ലൈറ്റ്സും എല്ലാം പൊളിച്ചടുക്കി. സൂപ്പർ. ഓർക്കസ്ട്ര നിങ്ങൾ കിടിലോസ്കികളായിരുന്നു. സൂപ്പറായിരുന്നു. മോളെ എന്ത് പറ്റി ഇടയിൽ? ആ ഗസബ് മുതൽ അങ്ങോട്ട് ഒരു കൺഫ്യൂഷൻ അടിച്ചു. കൺഫ്യൂഷൻ അല്ല, അത് ഫസ്റ്റിലും ഗസബിന്റെ പ്രശ്നം, രണ്ടാമത്തേലും ആദ്യത്തേലും വലിയ കുഴപ്പമില്ലായിരുന്നു. രണ്ടാമത്തെ നനനനനയായി. ഞാൻ വെച്ചു ശരത് സാറിന്റെ പാട്ടായിരിക്കും. അതിലോട്ട് ഫുൾ നനനനയായിരുന്നു. സാറിന് ഇതേ പെട്ടെന്ന് അതൊരു കളക്ഷൻ അങ്ങോട്ട് പോയപ്പോ പിന്നെ അത് അതാ ഫ്രേസ് അങ്ങ് പാടി അങ്ങനെ തീർക്കാന്ന് വിചാരിച്ചു. പക്ഷെ അത് അങ്ങനെ ആലോചിച്ച് തീർത്തത് നന്നായി. കാരണം അല്ലെങ്കിൽ ആ ഒരു പാട്ടിന്റെ ഒരു ഓളം അങ്ങ് പെട്ടെന്ന് ഇല്ലാണ്ടായി പോയനെ. അത് മോൾ അഡ്ജസ്റ്റ് ചെയ്തു അവിടെ. എനിക്ക് തോന്നിയത് ഓക്കെ, എന്തായാലും ആദ്യം ഡീറ്റെയിൽസ് പറയൂ. ഇത് നമക് ഹലാൽ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയിലെ പാട്ടാണ്. ബപ്പി ലഹരി സാറാണ്. ബപ്പി ലഹരി സാറാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. അഞ്ജാൻ സാറാണ് ലിറിക്സ്. ആശാ ഭോസ്ലെ മാം ആണ് പാടിയത്. ആശാജി ഒരു എക്സ്പ്രഷൻ ക്വീനാണ്. എന്തുമാത്രം ഓഹോ, അതിലൊക്കെ ഒരുപാട് പല പല ഭാഗത്തും പല രീതിയിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഓഹോ, അത് മോളെ നന്നായിരുന്നു. ആ എക്സ്പ്രഷൻസ് ഒക്കെ നല്ലോണം പിക്ക് ചെയ്തു. ഇറ്റ് വാസ് വെരി ഗുഡ്. എനിക്ക് ആ ലിറിക്ക് മറന്നുപോയതാണ് എനിക്ക് ഒരു വലിയ വിഷമായത്. അല്ലെങ്കിൽ വലിയ പ്രോബ്ലം ഇല്ലായിരുന്നു. അവിടെ ആ കൺഫ്യൂഷൻ വന്നപ്പോഴത്തേക്ക് ശിവാനിയുടെ റിലേ ഔട്ടായി. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥയില് അവിടെയാണ് എൻ്റെ മൈൻഡ് സ്റ്റക്കായി പോയത്. ജവാനി ജാനെ മൻ, അത് കുറച്ച് വല്ലാണ്ട് മോള് ഒതുക്കിയ പോലെ തോന്നി. ചില സ്ഥലങ്ങൾ ആദ്യമൊക്കെ നല്ല എൻട്രി ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. കുറച്ചുകൂടി ഓപ്പൺ ആവേണ്ട ഒരു സ്ഥലങ്ങളിലൊക്കെ വോയിസ് കുറച്ചൊന്ന് അടച്ച പോലെ തോന്നി. അതായിരുന്നു കുറച്ചുകൂടി ഓപ്പൺ ആവായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ്. അതർവൈസ് നൈസ് ടാ, സൂപ്പർ നൈസ് കുട്ടാ, ഐ ലൈക്ക് ഇറ്റ്. താങ്ക് യു ചേച്ചി. ശരത് സർ, ശിവാനി കണ്ണട ഇട്ടിട്ടില്ലല്ലേ? ഇല്ല. എനിക്ക് അതുകൊണ്ട് ശിവാനിയെ കാണാനും പറ്റുന്നില്ല. ശിവാനി ഒരു രസമുണ്ടായിരുന്നു. താങ്ക് യു സർ. ഇതൊക്കെ കാണാലോ അല്ലേ? എന്നെ കാണാമോ? എവളെ എന്നെ നോക്കി ദുഷ്മൻ എന്ന് പറഞ്ഞു, ചോട്ടി ചകടാന്ന്. അപ്പൊ ഈ ഗുരുത്വദോഷം കാണിക്കുമ്പോൾ അടുത്ത് അങ്ങ് പോയി കൈ പിന്നെ നന്നെ എന്റെ പാട്ട് തന്നെ പാടേണ്ടി വന്നു. ഇതാടി ദൈവം എന്ന് പറഞ്ഞ ആള് മേളിൽ നിൽപ്പുണ്ട്. അമ്മ വായി നോക്കി നിൽക്കുകയല്ല അദ്ദേഹം. നീയൊക്കെ ഇത് ചെവി നുള്ളി ഇട്ടു. ആ പല്ലവി ഒന്ന് പാടിക്കുക. ജവാനി ജാനെ മൻ ഹസീന ദിൽറുബാ മിലേ തോ ദിൽ ആ ബായിക്ക് അത്ര ബഹളം വേണ്ട. ദിൽറുബാ അത്രേ ഉള്ളൂ. അവരുടെ അതിന് ബാബാ ബ്ലാക്ക് ഷീപ്പാ, അതിന്റെ ആവശ്യമില്ല. അത് ഡിമാൻഡ് ചെയ്യുന്നുമില്ല. അത് ഭയങ്കര ഓടായിട്ടിരുന്നു അത് പാടിയപ്പോ. പിന്നെ അതുപോലെ അറിയാമോ അത് അതിന് ശേഷം വരുന്ന ഓ കോ, അത് ഏതാ നോട്ട്? ആ 2 നോട്ടാണ്. അതിനൊരു ക്ലാരിറ്റി വേണം. ചിലപ്പോൾ അത് ആരാന്നിരിക്കുന്നു, അല്ലാത്തപ്പോൾ മണമണാന്നിരിക്കുന്നത്. എല്ലാം പാടുന്നൊരു ക്ലാരിറ്റി വേണം കേട്ടോ. പിന്നെ ഞാൻ വിഷമിച്ചേരി ദുഷ്മൻ അതോടെ അപ്പം ഞാൻ ഇങ്ങനെ ആക്കി. അപ്പം എല്ലാം ലറിക്കും. എൻ്റെ ഉള്ളിൽ ഞാൻ ചിരിക്കുകയായിരുന്നു. അതൊക്കെ അങ്ങനെ തന്നെ വേണം. ഗുരുത്വദോഷം കാണിച്ച ഇങ്ങനെ ഇരിക്കും. പിന്നെ വേറെ എത്ര ഇരിക്കുന്നു ഇവിടെ പാച്ചുവിനെ നോക്കി ചെയ്യേണ്ട. അതൊക്കെ നന്നായിരുന്നു. അപ്പൊ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. കാര്യം അതാ ആ ഒരു പാട്ടിന്റെ ഒരു സോളില്ലേ, ഇത് ആരാണ് ചെയ്തത്?
ബപ്പി ലഹരി സർ. അദ്ദേഹത്തിന് സംഗീതത്തിനേക്കാളും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സാധനമുണ്ട്, എന്താണെന്നറിയാമോ? ഓർണമെന്റ്സ്. ആ, സ്വർണം. അദ്ദേഹത്തിന് നടക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. അല്ല, അദ്ദേഹത്തിന് 50 കിലോ ആക്കി 150 കിലോ സ്വർണം അദ്ദേഹത്തിന്റെ ദേഹത്തുണ്ട്. കണ്ടിട്ടുണ്ടോ? ഫോട്ടോ കണ്ടിട്ടുണ്ട്. ഏത് ഫോട്ടോ? ഗൂഗിളിൽ നോക്കിയായിരുന്നു ആരാന്ന്. എങ്ങനെയുണ്ട് അദ്ദേഹത്തിനെ കാണാൻ? വണ്ണോണ്ടായിട്ട്, ആ ബാൾഡായിട്ട്. ആ അല്ല, അതിൽ കൂടുതൽ ഡീറ്റെയിൽ വേണ്ട, കാണാൻ ഇഷ്ടപ്പെട്ടോ? കട്ടിയുള്ള മാലയൊക്കെ ഇട്ടിട്ട്. അത് മുഖത്തിനെ പറ്റിയാ ഞാൻ ചോദിച്ചത്. വട്ടമുഖം. 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 ആ പിന്നെ ഞാൻ പൊട്ട മുഖം എന്നാ കേട്ടത്. ആ പിന്നെ അല്ല, കാണാൻ രസമുണ്ടോ? അദ്ദേഹത്തിനെ കാണാൻ നല്ല ക്യൂട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. വാട്ട മുഖം എന്ന് പറഞ്ഞാല് അതാ വട്ടമുഖം ഉള്ളവരെ കാണാൻ ഭംഗിയാണ്. ഓ പൊട്ട മുഖം. ഇതുപോലെ തന്നെ ഇത്രയും സ്വർണ്ണിട്ട് നടക്കുന്ന തമിഴ്നാട്ടിലൊരാളുണ്ട്, മനോജ് സാർ. ശിവാനി. സാർ, ഞാൻ ശിവാനിയിൽ കാണുന്നത് ഒരു ഭയങ്കര വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആണ്. കാരണം ഫസ്റ്റ് ടൈം വന്ന ശിവാനിയും ഇപ്പം ഇവിടെ വന്ന് ഈ പെർഫോം ചെയ്യുന്ന ശിവാനിയും തമ്മിൽ ഒരു ഭയങ്കര വ്യത്യാസം, ആകാശം ഭൂമി വ്യത്യാസം കാണുന്നുണ്ട്. ഈ സിനിമ കണ്ടിട്ടുണ്ടോ, നവഖലാൽ? ഇല്ല. ഇല്ല, ഇത് കാണണം കേട്ടോ, സൂപ്പർ ഹിറ്റ് പടമാണ് നവഖലാൽ. പിന്നെ ശിവാനി ഭയങ്കര സ്റ്റേജ് പ്രസൻസ് ആണ് ഇപ്പം കേട്ടോ. ആ സ്റ്റേജ് കയ്യിലെടുക്കാനുള്ള ഒരു ഭയങ്കര കഴിവ് ഇപ്പൊ ശിവാനിക്ക് വന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി പാട്ടും വേണം കേട്ടോ. അത് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഡിക്ഷനൊക്കെ മഞ്ജരി പറഞ്ഞാൽ തന്നെ ഒട്ടുമിക്ക ഭാഗങ്ങളൊന്നും വലിയ അപകടം സംഭവിച്ചിട്ടില്ല. പക്ഷേ അതിനിടയിൽ ശരത്തേട്ടന്റെ കമ്പോസിഷൻ വന്നത് നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തി, ആശ്ചര്യത്തിലാഴ്ത്തി. ഞാൻ പക്ഷെ ആ ഒരു പോർഷനാണ് എഫേർട്ട് ഇട്ട് പഠിച്ചത്, സത്യം പറഞ്ഞു. അതൊന്ന് കറക്റ്റ് വരാൻ വേണ്ടിട്ട് അത് പോയപ്പോ അതുകൊണ്ടായിരിക്കും ചിലപ്പം അവിടെ തന്നെ സാറ് പ്രാഗീതാണോ സാർ? ഉറപ്പായിട്ടും. വളരെ മോശം. അപ്പൊ അത്രേ ഉള്ളൂ മോളെ. സിംഗിങ് ഈ പറഞ്ഞ പോലെ എല്ലാവരും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ബാക്കി ആക്ടിവിറ്റീസ് ഒക്കെ പൊളിച്ചടക്കിയിട്ടുണ്ട്. താങ്ക് യു സാർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ഓക്കെ, ശരത് സർ. 8.7 മാർക്സ്. താങ്ക് യു സാർ. താങ്ക് യു സർ. ഷാനിക 8.6. താങ്ക് യു താങ്ക് യു ഷാനിക. ചേച്ചി ശിവാനി നല്ല മാർക്സ് ഗാനക്കൂടത്തിലിടുന്നുണ്ട്. ഓക്കെ, സോ ടോട്ടൽ 17.3. താങ്ക് യു. വിഷമമായോടാ നിനക്ക്? ഒരിക്കലുമില്ല. ഇല്ല അല്ലേ? എന്നാ നമുക്ക് ഒന്നിച്ച് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞങ്ങൾ എന്നാ പോവാട്ടോ. രാത്രിയായി, 9 മണിയായി. എല്ലാവർക്കും വിശക്കുന്നു. ഞങ്ങളും പോവാണ്. നിങ്ങളും പോവാല്ലേ? എല്ലാരും പോവാറായി. ബൈ, ഗുഡ് നൈറ്റ്. Bye, good night. ബൈ, ഗുഡ് നൈറ്റ്. So